ഫ്രണ്ട്സ്, ഇത് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാൻ പോണത് ഒരു അടിപൊളി ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതെങ്ങനെയാ വെച്ചാൽ ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്, വെരി ഈസിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. ഡയറ്റ് നോക്കണവർക്ക് കഴിക്കാം, എല്ലാവർക്കും കഴിക്കാം. വിശപ്പ് മാറും. മെയിനായിട്ടും കൂടെ കഴിക്കാം, സ്റ്റാർട്ടറായിട്ടല്ല മെയിനായിട്ടും കൂടെ കഴിക്കാം. കാരണം പച്ചക്കറികളും നട്ട്സുകളും ചിക്കനും ഒക്കെ ഇട്ടിട്ടുണ്ടാക്കുന്നതാണ് ഈ സൂപ്പ്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചിക്കൻ കഴുകി വാര വെച്ചിട്ടുണ്ട്. ഇതിന്ന് നമുക്ക് എല്ലുള്ള പീസും നല്ല കൊഴുപ്പുള്ള പീസും നോക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചു. ബ്രസ്റ്റ് പീസ് നല്ലത് കേട്ടോ. പിന്നെ അതിനെ നമ്മൾ പിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലും നെയ്യും കണ്ട നെയ്യൊക്കെ ഉള്ളത് നമ്മൾ നോക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിലേക്ക് നമ്മൾ കുറച്ച് ജിഞ്ചർ പൗഡർ കണ്ട ജിഞ്ചർ പൗഡർ, കുറച്ച് ഗാർലിക് പൗഡർ, കുറച്ച് ഉപ്പ്, കുറച്ച് മല്ലിത്തല. ഇത് മുറിക്കണ്ട കേട്ടോ, അങ്ങനെ ഇട്ടാ. ഇത് നമുക്ക് സൂപ്പിനുള്ളതാണ്, സ്റ്റോക്ക് എന്ന് പറയുന്നത്, സൂപ്പിനുള്ളത്. ഇതിട്ടിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് നേരം ഇത് വേവിക്കണം. കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. കുറച്ച് നമുക്ക് അധികം വെള്ളം ഒഴിക്കാം. സ്റ്റോക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇവിടെ 10 മിനിറ്റ് നന്നായി വേവട്ടെ. അപ്പോൾ ഇതിൻ്റെ സ്റ്റോക്കൊക്കെ നമുക്ക് കിട്ടും. ഈ സ്റ്റോക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ സൂപ്പ് ഉണ്ടാക്കുന്നത് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇടില്ല കേട്ടോ അതിൽ. ഈ സൂപ്പിൽ ഞാൻ മഞ്ഞൾപ്പൊടി ഇടില്ല. ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ചുണ്ടാക്കുന്ന ഒരു സൂപ്പാണ്. അതുകൊണ്ട് ഇതിൻ്റെ പേര് എൻ്റെ പേര് വെച്ചോളൂ. ഇതിവിടെ വേവട്ടെ കേട്ടോ. 10 മിനിറ്റ് നേരം വേവട്ടെ. അത് മൂടിയിട്ട് വേവട്ടെ. അപ്പോൾ നമ്മളിവിടെ എല്ലാം ഇറച്ചി വെന്തിട്ട് സൂപ്പ് സെപ്പറേറ്റാക്കി മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, ഇറച്ചി ഈ എല്ലിൽ നിന്ന് തനിയെ പിച്ചെടുത്തിട്ടുണ്ട്. എല്ല് തനിയെ, ഇറച്ചി തനിയെ. ഈ എല്ല് കളയൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഈ സൂപ്പ് ഇനി ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അതിന് വേണ്ട എല്ലാ സാധനങ്ങളും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് പതുക്കനെ കാണാം കേട്ടോ. ആദ്യം അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. നമ്മൾ ഈ സൂപ്പ് ഉണ്ടാക്കുന്നത് നെയ്യിലാണ് കേട്ടോ. നെയ്യ് നമുക്ക് ശരീരത്തിന് HDL ആണ്, നല്ലതാണ്. അതുകൊണ്ട് 2 സ്പൂണ് നെയ്യിട്ടുണ്ട്. നെയ്യ് മെൽറ്റായിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വറുക്കും. അടുത്തത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത്. നമ്മൾ പൗഡർ ഇട്ടിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്, സൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്റ്റോക്ക് ജിഞ്ചർ ഗാർലിക് പൗഡർ, ഉപ്പ് മാത്രം, മല്ലിത്തല. അത്രയും നല്ല സ്റ്റോക്കാണത്. ഇത് വെറുതെ ഞാൻ കുടിച്ച് നോക്കി, ഭയങ്കര അടിപൊളി ടേസ്റ്റാണ്. ഇത് മാത്രം കുടിച്ചാൽ മതി. നിങ്ങളൊക്കെ ചിക്കൻ വാങ്ങുമ്പോൾ അതുമാതിരി സ്റ്റോക്ക് എടുത്ത് വെക്കുക കേട്ടോ ആദ്യം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വേറെ വെറൈറ്റി ഡിഷൊക്കെ ഉണ്ടാക്കാം. ഇത് സൂപ്പർ ഐഡിയ കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ മറ്റേലുണ്ടാവും, നമുക്ക് അതിലും ഉണ്ടാവും ആവശ്യത്തിന്, അതിൻ്റെ എസൻസൊക്കെ ഉണ്ടാവും. അടുത്തത് നമുക്ക് ഉള്ളിയിടാം. സെലറി കിട്ടിയില്ല കേട്ടോ. സെലറി ഉണ്ടെങ്കിൽ സെലറി നല്ലതാണ്. സെലറി എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് കുറച്ച് ചുവന്നുള്ളി ഉണ്ടല്ലോ, കൊച്ചുള്ളിന്നോ ചുവന്നുള്ളിന്നോ പറയില്ലേ, മസ്റ്റാണ് കേട്ടോ. പിന്നെ മണം ടേസ്റ്റൊക്കെ കൊടുക്കുന്നത് ഇതാണ്. നമ്മളിത്തിരി അധികമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ.
നമുക്കത് 3 നേരം നമ്മുടെ ഇഷ്ട ആഹാരമാണ് ഈ സൂപ്പ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുടിക്കും. നമ്മൾ കാർബോഹൈഡ്രേറ്റ് അധികം കഴിക്കാത്ത ആൾക്കാരാണ്. വയസ്സായവർക്കൊക്കെ ഇത് നല്ലതാണ്. ഇത് മാത്രം ഡിന്നറിനും കഴിക്കാം. പിന്നെ വല്ല ഫ്രൂട്ട്സ്, പപ്പായ, കാലത്ത് ഞാൻ നേന്ത്രപ്പഴം, മുട്ട, പപ്പായ അങ്ങനെയൊക്കെ കഴിക്കുക. ഇപ്പോൾ ഉള്ളിയെല്ലാം ആവശ്യത്തിന് മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ക്യാരറ്റ് ഞാൻ ഓവണിൽ ഒരു 2 മിനിറ്റ് വേവിച്ചിട്ട് കേട്ടോ. ഉപ്പും കുരുമുളക് പൊടിയും കുറച്ചിട്ട്. അമ്മാതിരി സ്വീറ്റ് കോൺ ഇത് വേഗം പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ചെയ്തതാട്ടോ. അല്ലെങ്കിൽ ഇവിടെ നിൽക്കണം അധികം നേരം. അടുത്തിൻ്റെ അടുത്ത് അധികം നേരം നിൽക്കേണ്ടി വരും. അപ്പോൾ തന്നെ എന്താ മണം. ചിക്കൻ ഒഴിച്ചിട്ടില്ല, അല്ല ചിക്കൻ സൂപ്പ് ഒഴിക്കാണ്ട് തന്നെ ഭയങ്കര മണം. ഇതിൽ കൊള്ളോന്നോ പറയുക. തക്കാളി ആവശ്യമുള്ളവർ ഇട്ടാൽ മതി കേട്ടോ. എല്ലാവരും തക്കാളി നിയമമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇടാം. ഞാൻ തക്കാളി ഇടാറില്ല, ഇന്ന് ഞാൻ ഇട്ടു. നമ്മുടെ ഇറച്ചി സ്ഥലം ഉണ്ടാവില്ല. ഇത് സൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു നേരം ഭക്ഷണമായിട്ട് ഇതിലെല്ലാതും ഉണ്ട് കേട്ടോ. വെജിറ്റബിൾ ഉണ്ട്, ഇറച്ചിയുണ്ട്, നട്ട്സ് ഉണ്ട്, നെയ്യുണ്ട്. ഇതിനെല്ലാം വെന്തതാണ് ഞാൻ ഇട്ടിരിക്കണത്. അതുകൊണ്ട് ഇനി സ്പെഷ്യലായിട്ട് കുറേ നേരമൊന്നും വേവണ്ട. സ്വീറ്റ് കോണും ഇതൊക്കെ വേവിച്ചു. പിന്നെ മറ്റുള്ളതൊന്നും അധികം വേവണ്ടല്ലോ, തക്കാളിയും ക്യാപ്സിക്കൊന്നും. പിന്നെ ചിക്കൻ വെന്തതാണ്. ഇതിങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. നമുക്കിവിടെ സ്റ്റോക്ക് ഒഴിക്കാം കേട്ടോ. സ്ഥലമില്ല. ഒരു മിനിറ്റ് ഇത് ഒരു 2 മിനിറ്റ് തിളച്ചതിൻ്റെ ഇതൊക്കെ ഈ വെജിറ്റബിളിൽ പിടിക്കും. ഇപ്പം സൂപ്പ് നല്ല തിളക്കിൻ്റെ കേട്ടോ. ഇപ്പം നമുക്ക് കുറച്ച് സ്റ്റാർച്ചൊന്നും ഇതിലില്ല, ഉരുളൻകിഴങ്ങൊന്നും ഇട്ടിട്ടില്ല. നമ്മൾ കുറച്ച് കോൺഫ്ലവർ, ഒരു സ്പൂൺ കേട്ടോ. അധികം കട്ട് ചെയ്യുക നല്ല ഉണ്ടാവില്ല. നമ്മൾ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. നമ്മളിപ്പോൾ പെപ്പർ ഇടണം കേട്ടോ. മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല, പക്ഷേ ഈ തക്കാളി ഇട്ടുകൊണ്ടാണ് തോന്നുന്നത് ഈ കളർ. പിന്നെ ചിക്കൻ്റെ സൂപ്പിൻ്റെ കളർ കുറേ ഉള്ളതുകൊണ്ടേ കുറച്ചിട്ടാൽ നല്ലതാണ്. കഴിഞ്ഞു. നല്ല സാധനം കേട്ടോ അത്. ഗ്രേറ്റ് ചെയ്യണത് എല്ലാതും നട്ട്സും ഒക്കെ അത് ഗ്രേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് എരിവ് ഉപ്പൊക്കെ നോക്കാം കേട്ടോ. മതിയോന്ന് ഇട്ടുണ്ട്, നിറയെ ഇട്ടുണ്ട്, മതിയാവും.
മതി. നമുക്ക് ഒരു തുണ്ട് ഉപ്പിടാം. ഉപ്പൊക്കെ ഉണ്ട്, എന്നാലും സൂപ്പിൽ ഉപ്പ് ഇത്തിരി കുറവിരിക്കണം, നല്ലതാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒന്നും ഇടരുത് കേട്ടോ. തക്കാളി കൂടെ ഇടില്ല ആരും, അതിൻ്റെ കളർ കണ്ട. ഇതിങ്ങനെ ബ്രൗൺ കളറിലിരിക്കണ സൂപ്പാണ്. ഞാൻ തക്കാളി ചേർത്തു ഒരു ടേസ്റ്റിന്. നമുക്ക് ഇത്തിരി ഒരു പകുതി ലെമണിൻ്റെ ചാറ് ഒഴിക്കാട്ടോ. ഒരു പുളിപ്പ് രസം കിട്ടാം. ഒരു ചെറിയ പുളിപ്പ് രസം, ഒരു മണമൊക്കെ കിട്ടും. നല്ല ടേസ്റ്റാണ് ഇത് ഒഴിച്ചാൽ. അതും ആവശ്യമുള്ള പുളിപ്പ് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിക്കണ്ട. ഇത്രയും സൂപ്പിലേക്ക് ഒരു പകുതിയാണ് ഇട്ടാണത്. പകുതി ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു മുട്ട, മുട്ട ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല അടിച്ചൊഴിക്കാം. ഇത് കുറേശ്ശായിട്ട് ഒഴിക്കാം കേട്ടോ. ഞാൻ ആദ്യം എഗ് വൈറ്റ് മാത്രമേ ഒഴിക്കാറുള്ളൂ. പക്ഷെ അത് ഒഴിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഒരു ദിവസം ഇങ്ങനെ ഒഴിച്ച് നോക്കി, ഒരു കുഴപ്പമില്ല. നല്ലതല്ലേ യെല്ലോ. ചട്ടിയിൽ സ്ഥലമില്ല. നമ്മളിത്തിരി അധികം ഉണ്ടാക്കിയത് നമുക്കിത് 2-3 നേരം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം ശരിയായിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് മല്ലിയില വിതറിയിട്ട് ഓഫ് ചെയ്യാം. എന്തോരിട്ടാലും നല്ലതാട്ടോ. വയറിന്, കുടലിനൊക്കെ ഭയങ്കര നല്ലത് ഈ മല്ലിയില. ഇതൊരിക്കലും കഴിച്ച് പ്രാക്ടീസായാൽ നിങ്ങൾ പിന്നെ അത് വീട്ടില്ല. ഇഷ്ടമില്ലാത്തവരിടണ്ട. പക്ഷെ അത്രയും നല്ലതാണ്. കുടൽ ശുദ്ധി വരാനുള്ള വലിയൊരു മരുന്നാണ് ഈ മല്ലിയില. നമുക്ക് ഓഫ് ചെയ്യാട്ടോ. എല്ലാതും ഇട്ടു. ഇപ്പം കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് ഇല്ലേ? കാണാൻ നല്ല ചന്തല്ലേ? ഒന്ന് ചൂടാറിയിട്ട് നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കാം കേട്ടോ. ഇപ്പം നമുക്കിത് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് നോക്കാം കേട്ടോ. കണ്ടിട്ട് തന്നെ നിങ്ങൾക്കത് അറിയണില്ലേ? നല്ല അടിപൊളി ടേസ്റ്റാണ്. മണം എന്താ! നമുക്ക് കുറച്ച് ചൂടാറിയുണ്ട്. നമുക്ക് ഇപ്പോൾ ടേസ്റ്റ് നോക്കാം. കണ്ട, ഒരു സ്പൂണ് ഇത് കോൺ സ്റ്റാർച്ചാണ് ഒഴിച്ചുള്ളൂ. ഇത്ര കട്ടി മതി കേട്ടോ. അധികം കട്ടിയായ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത്ര കട്ടി മതി. നമുക്ക് ടേസ്റ്റ് നോക്കാം. നമ്മുടെ സൂപ്പ് എങ്ങനെയുണ്ടെന്ന് എല്ലാം കൂടി നമുക്കെടുത്ത് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. കുറച്ച് ചൂടാറിയണ്ടല്ലോ, ഒരു സെക്കൻഡിനെ അത് കുടിച്ചിട്ടുണ്ടാവും. എല്ലാം കഴിക്കാൻ കിട്ടുന്നുണ്ട്. അണ്ടിപ്പരിപ്പും കോണും ചിക്കനും വെജിറ്റബിളും. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് പറയണേ. ഇത് ഉണ്ടാക്കാത്തവർക്ക് ഇത് നഷ്ടമായിട്ടാണ്. ഇത് കുറച്ച് കഷ്ടപ്പെട്ടാലും നല്ല ടേസ്റ്റാണ്. കുറച്ച് പണിയുണ്ട് കേട്ടോ. അപ്പം ഞാനിതാണ് പറഞ്ഞത്, ഹെൽത്തി ആൻഡ് ഈസി അല്ല കേട്ടോ. കുറച്ച് പണിയുണ്ട്. ഹെൽത്തി, പ്രോട്ടീൻ നിറയുണ്ട്, എല്ലാം ഉണ്ട് ഇതിൽ. ഇത് കഴിച്ചാൽ പിന്നെ ഭക്ഷണം കഴിക്കണ്ട. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അത്രയും ടേസ്റ്റാണ്. ഇത്രയും ടേസ്റ്റ് ഒരു സൂപ്പ് നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്തായാലും ഉണ്ടാക്കി നോക്കണം. പറയാൻ വാക്കുകളില്ല ടേസ്റ്റിന്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല കേട്ടോ. അത്രയും ടേസ്റ്റാണ്. നിങ്ങൾ വേറെ കുറേ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണേക്കാളും ഇതുണ്ടാക്കി കഴിച്ചാൽ അത്ര നല്ലതാണ്. അപ്പോൾ ഓക്കെ, ബായ്.